കോഴിക്കോട് മീൻചന്തയിൽ ബസ് സ്റ്റോപ്പ് തകർന്ന വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ ആരോപണവുമായി കുടുംബം. നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പ് ബസ് സ്റ്റോപ്പ് പരിപാലിക്കുന്ന പരസ്യ കമ്പനി പാലിച്ചില്ലെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ പ്രതികരണം. തിങ്കളാഴ്ചയായിരുന്നു അപകടം. ആദ്യം പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. അവിടുന്ന് പോരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ 5-6 കുട്ടികൾ നിൽക്കുന്നോടുന്ന് ആ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഈ പരസ്യത്തിൻ്റെ ബോർഡുകൾ കെട്ടാനുള്ള ഇത് വെച്ചിട്ട് 5-6 പണിക്കാർ പണിയെടുക്കുക. ഒരു സേഫ്റ്റിയും ഇല്ല. ഇതെന്ന് വെച്ചാൽ കുറേ ആൾ കൂടുന്നിടത്തിൽ ഇത്രയും കുട്ടികൾ കൂടുന്നിടത്തിൽ ആ ബസ് സ്റ്റോപ്പിന് എന്തെങ്കിലും സേഫ്റ്റി വേണ്ടേ? ഒന്നുമില്ല. അതില്ലാതെ മുകളിൽ പണിയെടുക്കുകയാണ്. കമ്പി കെട്ടുക ഇത് ബസ് സ്റ്റോപ്പിന് താങ്ങാൻ കൈയായിട്ട് മറിഞ്ഞു വീഴുകയാണ്. അതിൽ കുടുങ്ങി പോകും എൻ്റെ മോള്. അതിൽ കാലിന് എല്ലിന് പൊട്ടുണ്ട്, നട്ടലിന് 2 ക്ഷതമുണ്ട്. അപ്പോൾ ഈ കമ്പനീൻ്റെ ആളുകൾ വന്ന് നമുക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിൽ ഇന്നലെ ഒരു 50,000 റുപ്യ അടയ്ക്കാമെന്ന് പറഞ്ഞ് 25,000 റുപ്യ അടച്ചുകൊണ്ട് പോയി. 1,10,000 റുപ്യ ഓപ്പറേഷത്തിന് ഒരു 150 മേലെ മൊത്തത്തിൽ ചിലവ് വരും. നിഖിൽ പ്രമേഷ് കോഴിക്കോടും ചെയ്തു. നിഖിൽ, ആരാണ് ഇതിൽ ഉത്തരവാദിത്വം പറയേണ്ടത്? എന്തായിരുന്നു സംഭവിച്ചത്? ആരാണ് ഈ ബസ് സ്റ്റാൻഡ് പരിപാലിക്കേണ്ടത്? സുഹൈൽ, കോർപ്പറേഷന്റെ കീഴിലാണ് ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ വരുന്നത്. കോർപ്പറേഷനാണ് ഇതിന്റെ ചുമതലയുള്ളത്. കോർപ്പറേഷൻ ഒരു പരസ്യ കമ്പനിക്ക് ഇതിന്റെ മേൽനോട്ടവും അതിൽ പരസ്യങ്ങൾ സ്ഥാപിക്കാനുള്ള അനുമതിയും ഒക്കെ നൽകിയിരിക്കുകയാണ്. അത് അവരതിന്റെ മുകളിൽ പണിയെടുക്കുന്നതിനിടയിലാണ്, അതായത് നമ്മൾ ഓർക്കണം, വൈകുന്നേരം സമയമാണ്. ബസ് സ്റ്റോപ്പിൽ നിരവധി ആളുകളുണ്ട്. ഈ പരിക്കേറ്റ അഭിഷ്ണയും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് 2 പേർ മുകളിൽ പണിയെടുക്കുകയാണ്. ആ സമയത്ത് ഈ ആകെപ്പാടെ ദ്രവിച്ചു നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിന്റെ ഒരു ഭാഗം തകരുകയും ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഇതെല്ലാം കൂടി വീഴുകയുമായിരുന്നു. ഈ കുട്ടിക്ക് നല്ല പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോൾ സഹകരണ ആശുപത്രിയിൽ, എരഞ്ഞിപ്പാലം സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുവരെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലധികം ചെലവ് എന്നാണ് പിതാവ് പറയുന്നത്. ഇന്നലെ ആ കുഞ്ഞിനൊരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. 1.5 ലക്ഷത്തോളം രൂപ ഇതിനോടകം തന്നെ അവർ ചിലവഴിച്ചിട്ടുണ്ട്. ആകെ 25,000 രൂപയാണ് അവിടെ എത്തിയ പരസ്യ കമ്പനിയുടെ ആളുകൾ അടച്ചത്. അവർ മുഴുവൻ തുകയും അവർ അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും കേവലം 25,000 രൂപ മാത്രമാണ് അവർ അടച്ചത് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. ഞങ്ങളുടെ മുഴുവൻ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം ഒരു ബസ് സ്റ്റോപ്പ്, അവരുടെ കീഴിൽ വരുന്ന ഒരു ബസ് സ്റ്റോപ്പ്, അതിന്റെ പരിപാലനം ഉറപ്പ് വരുത്തേണ്ടത്, അത് ആർക്കെങ്കിലും അതിന് കരാർ നൽകിയിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന കാര്യമെങ്കിലും കോർപ്പറേഷൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ ശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്തായാലും ആ കുട്ടിക്ക് ഇനി വരുന്ന കുറേ മാസങ്ങൾ ഒരുപക്ഷെ ഈ ചികിത്സയുടെ പുറകെ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ട്. നട്ടലിനടക്കം ഈ കുഞ്ഞിന് പരിക്കേറ്റിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനൊക്കെ അപ്പുറത്താണ് ഈ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം കൂടി അവർക്കുണ്ടാകുന്നത്. എന്തായാലും ആ പരസ്യ കമ്പനിയുടെ ആളുകൾ ഇനിയെങ്കിലും ഈ ആശുപത്രി തുകയെങ്കിലും നൽകി അവരുടെ ദുരിതം അതൊരല്പമെങ്കിലും കുറയ്ക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. സുഹൈൽ.